ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു ചമ്മന്തിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിലേക്ക് നാളികേരക്കൊത്താണ് എടുത്തിരിക്കുന്നത്. ചിരവാനുള്ള മടി കാരണം കൊത്തിയെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് നാളികേരം, പിന്നെ കിളിച്ചുണ്ടമാങ്ങയാണ്, ഉപ്പിലിട്ട് വെച്ച കിളിച്ചുണ്ടമാങ്ങയാണിത്. അത് ആഡ് ചെയ്തു. അതിലേക്ക് 4 പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി. ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിലിട്ട മാങ്ങയായത് കാരണം ഇത് നോക്കിയിട്ട് ഉപ്പിടുള്ളൂ. എത്ര വേണമെന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച്. അപ്പോൾ ഇതൊന്നും കൂടെ നന്നായി ചതച്ചെടുക്കണം. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങൾ തൊട്ട് വീട്ടിലെ സുധാമയാണ്. സുധാമേൻ്റെ റെസിപ്പിയാണിത്. സുധാമയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, എൻ്റെ കൂടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്ന് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ ചമ്മന്തി നല്ല അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് പറയണം. സുധാമയ്ക്കൊരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ് എന്നെ ഹെൽപ്പ് ചെയ്തതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ എങ്ങനെയുണ്ട് ചമ്മന്തി എന്ന്. താങ്ക് യു.